പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച തിരുവനന്തപുരത്ത് KSRTC ബസ്സും അതുപോലെ തന്നെ മേയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കമൻ്റ് ഇട്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ്. അതായത് ഹെവി വെഹിക്കിൾ മറ്റുള്ളവർക്ക് സൈഡ് കൊടുക്കുന്നില്ല, സഹകരിക്കുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ബസ്, ലോറി എന്നിവ ഓടിക്കുന്ന ആളുകൾ മറ്റ് വാഹനക്കാരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് സിറ്റിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ദിവസവും കാണുന്നതാണ്. ഇപ്പോൾ സിറ്റി ബസ്സുകാരനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വെഹിക്കിളാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. എന്നാലും അവർ ഉച്ചത്തിൽ ഹോൺ അടിച്ചുകൊണ്ട് ഹോൺ നിരോധിത മേഖലയിൽ പോലും സ്പീഡിൽ പോകുന്ന അല്ലെങ്കിൽ ഹോൺ അടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. മുന്നിൽ പോകുന്ന കാറുകാരന് നിരന്തരം ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വാഹനമാണെങ്കിലും. ബൈക്കുകാരുടെ കാര്യം പറയും വേണം. ബൈക്കുകാർക്കൊന്നും സ്ഥലമില്ല. ബൈക്കുകാർ അടുത്ത ഫുട്പാത്തിലേക്കോ മറ്റോ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം മേയർ സഞ്ചരിച്ച കാറ് എത്രയോ തവണ അവരാവശ്യപ്പെട്ടിട്ടും സൈഡ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതൊന്നും ആരും വീഡിയോ എടുക്കാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ. മാത്രമല്ല, അശ്ലീല ആംഗ്യം കാണിച്ചു എന്നും പറയുന്നു. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ച് ബസ്സുകാർ. നമുക്കറിയാം, ഈ അടുത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചു, ബാലുശ്ശേരി കോഴിക്കോട് റോഡിൽ ബസ്സുകാരുടെ മത്സര ഓട്ടമാണ്. മറ്റ് വാഹനങ്ങൾ അവിടെ വരുന്നുണ്ടോ എന്ന് പോലും അവർ ഗവനിക്കുന്നില്ല. അപ്പോൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള വാഹനങ്ങളും റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ സൈഡ് കൊടുക്കേണ്ടി വരും, ഒതുക്കി നിർത്തേണ്ടി വരും. ആംബുലൻസ് വന്നാൽ മാത്രമല്ല ഒതുക്കി നിർത്തേണ്ടത്, സൈഡ് കൊടുക്കേണ്ടത്. മറ്റുള്ള വാഹനങ്ങൾക്കും ചിലപ്പോൾ വേഗം പോകേണ്ടി വരും. അപ്പോൾ അവർക്ക് സൈഡ് കൊടുക്കേണ്ടി വരും. ഈ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെയല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അവർക്കും നിരവധി പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും വേഗത പാലിക്കേണ്ട സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. സ്പീഡ് ലിമിറ്റ് പാലിക്കേണ്ടത് സ്പീഡ് ലിമിറ്റ് പാലിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നോക്കുന്നത്, ഈ മേയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല സ്ത്രീകളും അവർക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതായിട്ട് ഞാൻ കാണുന്നു. ഇതെനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ അവർ മേയറായി. അപ്പോൾ അവരോടുള്ള എന്തോ ഒരു ദേഷ്യം പോലെയാണ് എനിക്കത് തോന്നുന്നത്. കാര്യം എന്തായാലും അവർ പ്രതികരിച്ചത് മറ്റുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയും, അതുപോലെ ഞാൻ നോക്കുകയാണ്, ഇതൊരു സാധാരണക്കാരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? KSRTCക്കാരൻ്റെ ഭാഗത്ത് മാത്രമേ ആളുകൾ നിൽക്കുമായിരുന്നു. ഇതവർ പ്രതികരിച്ച് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതിനുള്ള അടുത്തുള്ള മാന്യത കാണിക്കണം. അവർക്ക് എന്താണ് സൈഡ് കൊടുക്കാൻ കഴിയില്ലേ? നിരവധി തവണ ഇവരോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സൈഡ് കൊടുത്തില്ല. പിന്നെ ഇടതുവശത്തൂടെ കയറാൻ നോക്കി, അതിനും സമ്മതിക്കുന്നില്ല. മാത്രമല്ല പിന്നീട് അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ടൊക്കെ ഇത് ന്യായീകരിക്കുകയും കൂടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഇത് വനിതകളായിരിക്കൊണ്ടാണ്, വനിതകൾക്കെതിരായിട്ട്. ഇനിയിപ്പോൾ ഒരു സ്ത്രീയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എന്താണ് അവസ്ഥ? അവർക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ? അവരെ ചേസ് ചെയ്യുക, അവരെ ഹോണടിച്ച് ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ആരായാലും, പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ ചെറു വാഹനങ്ങളെ പരിഗണിക്കുക തന്നെ വേണം. അത് ബൈക്കുകാരനായാലും കാറുകാരനായാലും ആരായാലും. അതേപോലെ നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് വയനാട്ടിലൂടെയുള്ള ഹെവി വെഹിക്കിൾ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അന്നൊക്കെ വയനാട്ടിൽ പോകാൻ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ ഈ പീക്ക് സമയത്ത് രാവിലെയും വൈകുന്നേരം, അതുപോലെ അവധി ദിനങ്ങളിലൊക്കെ ഈ ഹെവി വെഹിക്കിൾ കയറി പോകുന്നത് മൂലം മറ്റുള്ള വാഹനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടപ്പം പറഞ്ഞത്, ഒരു ദിവസം ലോറികൾ വന്നു പോയാലുള്ള അവസ്ഥ
എന്താണ് പട്ടിണിയായി പോയില്ലെന്നോ? ശരിയാണ്, എല്ലാ വാഹനങ്ങളും റോഡിൽ വേണം. അപ്പോൾ അവർക്ക് പ്രത്യേക സമയം അനുവദിക്കണം. ഈ അവധി ദിവസങ്ങളിൽ അതുപോലെ പീക്ക് ടൈമിനൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെയൊക്കെ സീബ്ര ക്രോസിങ്ങിൽ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ വാഹനക്കാരൻ്റെ ഔദാര്യത്തിന് കാത്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. മറ്റൊരു രാജ്യത്ത് ഇതില്ല. നമ്മൾ സീബ്ര ക്രോസിൽ നിന്നാലും നമ്മൾ രണ്ട് സൈഡിലേക്കൊക്കെ നോക്കി വളരെ കാത്തു നിൽക്കണം. മറ്റുള്ളവർ നിർത്തിത്തരുമൊന്നുമില്ല. അതിനിടയിൽ കൂടി വാഹനങ്ങൾ ഓടിച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ അതിലേക്കുള്ള ഒരു ശ്രദ്ധ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഈ MLA-യും അതുപോലെ തന്നെ മേയറും ഒക്കെ ഇടപെട്ടത് കൊണ്ട് ഒരു വലിയ ഗുണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുമ്പോട്ടെങ്കിലും റോഡിൽ എല്ലാ വാഹനങ്ങൾക്കും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. ഇതാരെയും കുറ്റം പറയുന്നതല്ല. ഓരോ വാഹനം ഓടിക്കുന്നവർക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ ഈ 120 കിലോമീറ്ററിൽ പോകുന്നവനും വലിയ വാഹനക്കാരും ചെറിയ വാഹനക്കാരും ഒക്കെ തന്നെ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിച്ച് സൈഡ് കൊടുത്ത് നിയന്ത്രണം, വേഗത പാലിച്ചൊക്കെ പോയി നമ്മുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.